എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് കറി. ഒരു കിഴങ്ങ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ചെറിയ 2 സവാള, 2 ചെറിയ തക്കാളി, 4-5 ചുവന്നുള്ളി, ഇത് കടുവറക്കാൻ അരിഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ അതിന് വേണ്ട മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത് പെരുംജീരകപ്പൊടി. ഒരു ഇച്ചിരി പെരുംജീരകം നമ്മൾ കടുവറക്കാൻ നേരം ഇടുന്നുണ്ട്. കടുവറുത്തേച്ച് നമ്മൾ പെരുംജീരകവും കറുവപ്പട്ടയും ഒരേലയ്ക്ക് 1 ഗ്രാമ്പു നമ്മൾ ഇടുന്നുണ്ട്, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില പറഞ്ഞല്ലോ. ഇത്രയാണ് സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ കിഴങ്ങ് കറി നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും അങ്ങനെ ഒരുവിധത്തിൽപ്പെട്ട എല്ലാ ഇതിനും നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് കൂട്ടാം, ഉപയോഗിക്കാവുന്ന. നമുക്ക് ആദ്യം ഈ കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് ചുവന്നുള്ളി നന്നായിട്ട് മൂക്കട്ടെ. മുളക് കൂടെ കണ്ടിട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി എൻ്റെ ഇഷ്ടമാണ് ചുവന്നുള്ളി ഇടുന്നത്. കാര്യം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. കാര്യം ആരും ഇത് സവാള ഇടത്തേ ഉള്ളൂ, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കടുകിട്ടേച്ച് അങ്ങനെയാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് ഇച്ചിരി ചുവന്നുള്ളി ഇടുന്നത് ടേസ്റ്റാണ്, നല്ല രുചിയാണ്, മണമാണ്. അപ്പം അതിന് നമുക്ക് ഇച്ചിരി ചുവന്നുള്ളി ഇട്ട് ആദ്യം കടുവറക്കണം. കടുവറുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതണം. നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ഒന്ന് ഇതായിക്കോട്ടെ. നമുക്കൊരു സവാള ഇട്ട് കൊടുത്തു. നമുക്ക് ഈ പെരുംജീരകവും ഈ മസാല ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമുക്കിത് ഒന്നിട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയിൽ മറന്നുപോയി. മൂത്തോട്ടെ. ഇതിൽ കിടന്ന് മൂത്തോളും. എന്നാലും പെരുംജീരകം ഒരു നുള്ളി പെരുംജീരകം ആകാവുള്ളൂ, ഒത്തിരി ഇടരുത്. കാര്യം നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു കഷ്ണത്തിനൊരു രുചിക്ക് മാത്രം. ഇതൊന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ.
നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തുള്ളി കറിവേപ്പില. ഇതൊന്ന് മൂത്തോട്ടെ. അങ്ങനെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത്തിരി അങ്ങനെ കളറ് മാറാനൊന്നും നിൽക്കണ്ട, എന്നാലും കളറ് മാറി നന്നായിട്ട് വാടിയിട്ടുണ്ട്. കിഴങ്ങ് കറിക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്തു. നമ്മൾ ഓൾറെഡി കിഴങ്ങിനെ വേവിച്ചപ്പം മഞ്ഞൾ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇതിപ്പോൾ നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് ആയിക്കോട്ടെ, വഴന്നോട്ടെ. നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. തക്കാളിക്ക് അങ്ങനെ ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. തീ കുറച്ച് വെച്ച് വെക്കുക. നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം, ചൂടുവെള്ളം ഉദ്ദേശിക്കുന്നത്. ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് വെന്തോട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്തു. ഇനി കിഴങ്ങിൻ്റെ കൂടെ കിടന്ന ഒരു വേവുണ്ട്. കിഴങ്ങ് വേവിച്ചതായത് കൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് വേവിക്കേണ്ടി വന്നത്. ഇത് നമുക്ക് ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതി. നമുക്കിനി കിഴങ്ങിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കുത്തി ഉടച്ച് വെച്ച് നമുക്ക് തിളച്ച വെള്ളം ചേർക്കാം. നമ്മളിത് ഉടച്ചു. ചെറുതായിട്ട് അരിയുവാണെങ്കിൽ ഉടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഞാൻ വലുതായിട്ടാണ് പുഴുങ്ങിയത്, അതുകൊണ്ടാണ്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പൂരിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാം. ചപ്പാത്തിയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ തുള്ളി ലേശം, അതാ നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇരിക്കുമ്പോൾ ഇത് ഒന്ന് ടൈറ്റ് ആകും. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ്. നമുക്കിതൊന്ന് ഉപ്പ് നോക്കാം. ലേശം കൂടി ഉപ്പ് വേണം. ആയിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ടവർക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പം, അപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം.